മുൻ സർക്കാർ അഭിഭാഷകൻ പി.ജി. മനു മരിച്ച നിലയിൽ കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. നിയമസഹായം തേടിയെത്തിയ അതിജീവിതയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ്. സുജിത് സുരേന്ദ്രൻ കൊല്ലത്തു നിന്നും വിശദാംശങ്ങൾ നൽകും. സുജിത്ത്, ആത്മഹത്യ തന്നെയെന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട്. മറ്റെന്തൊക്കെ വിവരങ്ങൾ പോലീസ് പങ്കുവെക്കുന്നു? പ്രജിൻസ്, തീർച്ചയായും ആത്മഹത്യ തന്നെ എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇന്ന് രാവിലെ 12 മണിയോടുകൂടിയാണ് വീട്ടുടമ ഈ മരണവിവരം അറിയുന്നത്. അതായത് ഈ വീടിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് വീട്ടുടമ താമസിക്കുന്നത്. ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഇവർ വന്ദന കേസുമായി ബന്ധപ്പെട്ട് വിചാരണയ്ക്കായി ഒരു 5 അഭിഭാഷകർ ഒരുമിച്ച് ചേർന്ന് ഒരു വീട് വാടകയ്ക്കെടുത്തത്. ആ കൂട്ടത്തിലായിരുന്നു പി.ജി. മനു ഉണ്ടായിരുന്നത്. ഈ വന്ദന കേസിൻ്റെ വിചാരണ ആളൂരുമായി ചേർന്നുകൊണ്ട് ഇതിൽ അസോസിയേറ്റ് ചെയ്ത് വരികയായിരുന്നു. ഈ 2 ദിവസം മുമ്പാണ് ഇദ്ദേഹം ഇവിടേക്ക് എത്തിയത്. ഇന്ന് രാവിലെ 6:45 ഒപ്പമുള്ള അഭിഭാഷകരെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഒപ്പം എത്തിയ അഭിഭാഷകരുണ്ട്. ആ അഭിഭാഷകരിൽ ഒരാളാണ് അഡ്വക്കേറ്റ് അരുൺ രാജ്. ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് സർ സംഭവിച്ചത്? എപ്പോഴാണ് എത്തിയത്? ഇത് കണ്ടത്? ഞങ്ങൾ ശരിക്കും സാറിന് കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി സാറ് ഞങ്ങൾ രാവിലെ വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ രാവിലെ പറഞ്ഞ പ്രകാരം ഞങ്ങൾ രാവിലെ പിറവൻ റൂട്ടിൽ നിന്ന് കയറി വരുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഏകദേശം ഞങ്ങൾ ഫസ്റ്റ് ട്രെയിൻ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ട്രെയിൻ ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ ലേറ്റായിട്ട് മോഹൻ സാറും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ വന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ വന്ന് ഏകദേശം ഒരു 12 മണിയോട് അടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന് മുകളിൽ അപ്സ്റ്റെയറിലാണല്ലോ. മുകളിൽ വന്നപ്പോഴേക്കും ഡോറ് ജസ്റ്റ് ചാരി ഇട്ടിട്ടേ ഉള്ളായിരുന്നു. ഡോറ് തുറന്ന് അകത്ത് കയറിയപ്പം ടേബിളിൽ ഒരു ടീപ്പോയ് ഉണ്ടായിരുന്നു. ചെറിയ ടീപ്പോയിൽ സാറിൻ്റെ ഫോൺ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ ഫാനും കറങ്ങുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ സാധാരണ എന്ന് പറഞ്ഞാൽ സാറ് കിടക്കുന്ന ആദ്യത്തെ മുറിയിൽ. അപ്പോൾ ആദ്യത്തെ മുറി ചെന്ന് സാറിൻ്റെ ബാഗ് വെച്ചിട്ട് സാറേന്ന് വിളിച്ചപ്പോൾ ബാത്റൂമിൻ്റെ ഡോർ അടഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോറ് സാർ അകത്തായിരിക്കും, പക്ഷേ സൗണ്ടൊന്നും കേൾക്കാത്തതുകൊണ്ട് സാറേന്ന് വിളിച്ചിട്ട് വെളിയിലേക്ക് വന്നിട്ട് ജസ്റ്റ് അപ്പുറത്തെ മുറിയിൽ ചുമ്മാ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കില്ല. അങ്ങനെ നോക്കിയപ്പോൾ ആ വാതിൽ തുറന്നു കിടക്കുമ്പോൾ സാറ് കയറിൽ തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രജിൻ, ഇതാണ് ഇദ്ദേഹം NIA പ്രോസിക്യൂട്ടറായിരുന്ന ആളാണ്. ഒപ്പം തന്നെ ജഡ്ജിങ് പാനലിലേക്ക് പരിഗണിക്കപ്പെട്ട ആളായിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹത്തിനെതിരെ ആദ്യത്തെ ഒരു ലൈംഗിക പീഡന കേസ് വന്നത്. അതിനുശേഷമാണ് ഇദ്ദേഹം ഈ ഗവൺമെൻറ് പ്രിയർ പദവിയിൽ നിന്നും പുറത്തായത്. അതിനുശേഷം സുപ്രീം കോടതി വരെ ജാമ്യത്തിനായി പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷം ജാമ്യം കിട്ടാത്ത സാഹചര്യത്തിൽ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു ലൈംഗികാരോപണവും ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഈ ബിനു ഈ ഇരയോട് മാപ്പപേക്ഷ നടത്തുന്ന ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇതിൽ ഇദ്ദേഹം ഏറെ വേദനിച്ചിരുന്നതായി ഈ അഭിഭാഷകരോട് തന്നെ ഇദ്ദേഹം പറയുകയുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാകാം ആത്മഹത്യയിലേക്ക് ആത്മഹത്യക്ക് പ്രേരണയായതെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മറ്റു നടപടിക്രമങ്ങളൊക്കെ നടക്കുകയാണ്. ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായാലുടൻ തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റും. ശരി, സുജിത് സുരേന്ദ്രനാണ് കൊല്ലത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്.